വൈശാലി ഭാഗം 33. അയ്യോ, ചെറിയച്ഛൻ വന്നു കാണുവോ? പെട്ടെന്ന് വൈശാലിയുടെ മാറിലേക്ക് തലവെച്ച് കിടന്നിരുന്ന വിഷ്ണു ഞെട്ടലോടെ എഴുന്നേറ്റ് ചോദിച്ചു. അതവൻ ചോദിച്ചപ്പോഴാണ് അങ്ങനെയൊരു കാര്യം വൈശാലിയും ഓർത്തത്. വാ, പോയി കുളിക്കാം. വന്നേ, വേഗം എഴുന്നേക്ക്. വിഷ്ണു തിടുക്കം കാണിച്ചു. നീ പോയി കുളിക്ക്, ഞാൻ അത് കഴിയുമ്പോഴേക്കും എഴുന്നേൽക്കാം, വൈശാലി ക്ഷീണത്തോടെ പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താഴേക്കിറങ്ങി. ഭാഗ്യം കൊണ്ട് ചെറിയച്ഛൻ അപ്പോഴും വന്നിട്ടില്ല. പിന്നെ എന്താണ് ഇത്രയും താമസിച്ചതെന്നുള്ള ചോദ്യം മുത്തശ്ശി ചോദിക്കില്ലെന്ന് രണ്ടുപേർക്കും അറിയാം. കാരണം മുത്തശ്ശി അല്പം ഹൈടെക് ആണ്. എല്ലാം മനസ്സിലാക്കാനുള്ള വിവേകം ആൾക്കുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും വിഷ്ണു മുറ്റത്തേക്കിറങ്ങി. വൈശാലി അടുക്കളയിലായിരുന്നു. മുത്തശ്ശി പിന്നെ കസേരയിൽ തന്നെ ഇരുന്നു. ചെറിയച്ഛാ, എപ്പോ വന്നു? വിഷ്ണു ഓടി വന്ന് അയാളെ പുണർന്നു. അയാളും അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഈ യാത്രയൊക്കെ മതിയാക്കി വീട്ടിൽ വന്ന് താമസിച്ചൂടെ? തറവാടിപ്പോൾ അവിടെ വെറുതെ കിടക്കുമല്ലേ ഇളയച്ചാ? ഓ, വന്നപ്പോൾ തന്നെ എന്നെ ഉപദേശിക്കുന്നോ? ഞാൻ ഇപ്പോൾ തന്നെ പോയി കളയും. അവൻ്റെ സംസാരം കേട്ടതും ചെറിയച്ഛൻ തമാശ കലർത്തി പറഞ്ഞു. വിഷ്ണു അയാളെ പുഞ്ചിരിയോടെ അകത്തേക്ക് വിളിച്ചിരുത്തി. വിച്ചു, നിന്റെ ഭാര്യ എവിടെ? ഇത്ര നേരമായിട്ട് അവളെ കണ്ടില്ലല്ലോ. കുറച്ചു നേരമായിട്ടും വൈശാലിയെ കാണാതെ വന്നതും ചെറിയച്ഛൻ തിരക്കി. അയ്യോ, ചെറിയച്ഛനെ കണ്ട സന്തോഷത്തിൽ ഞാനത് വിട്ടുപോയി. വിഷ്ണു വൈശാലിയെ വിളിക്കുവാനായി അടുക്കളയിലേക്ക് നടന്നു. വൈശാലി, ഇങ്ങോട്ട് വാ, ദാ ചെറിയച്ഛൻ വന്നിട്ടുണ്ട്, തന്നെ അന്വേഷിക്കുന്നുണ്ട്. അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്ന വൈശാലിയെ വിഷ്ണു വന്ന് വിളിച്ചു. ഞാൻ ശബ്ദം കേട്ടിരുന്നു വിഷ്ണു. അപ്പോൾ ദാ എല്ലാവർക്കുള്ള ചായ ഉണ്ടാക്കിയതാണ് ഞാൻ. ഇതെല്ലാം ഒന്ന് കപ്പിലേക്ക് പകർത്തിയിട്ട് ഇതുമായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി നിന്നതാണ്. അത് പറഞ്ഞ് വൈശാലി തിളപ്പിച്ചുകൊണ്ടിരുന്ന ചായ എല്ലാവർക്കും വേണ്ടി കപ്പിലേക്കൊക്കെ പകർത്തി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവും വൈശാലിയും ഒരുമിച്ച് ഹാളിലേക്ക് നടന്നു. എന്നാൽ ഹാളിലേക്ക് വന്നതും സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും വൈശാലിയുടെ മുഖം ഇരുണ്ട് കയറി. അവളുടെ മുഖം ആകെ വിളറി വെളുത്തു. ഭയം ഉരുണ്ടു കയറിയതുപോലെ അവളുടെ മുഖത്താകെ പരിഭ്രാന്തിയും പരിഭ്രമവും നിറഞ്ഞു. സോഫയിലിരിക്കുന്ന പ്രഭാകരന്റെ മുഖവും അവളെ കണ്ടതും ആകെ വിളറി. അയാൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇവളാണോ നിന്റെ ഭാര്യ? അത് ചോദിക്കുമ്പോൾ ചെറിയച്ഛൻ്റെ ശബ്ദത്തിൽ തന്നെ ആകെ ഒരു വ്യത്യാസം ഉള്ളതുപോലെ തോന്നി വിഷ്ണുവിന്. അതുകൊണ്ട് തന്നെ വിഷ്ണു അയാളെ പകപ്പോടെ നോക്കി. ചെറിയച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? വിഷ്ണു ആകെ അമ്പരപ്പോടെ ചോദിച്ചു. അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വൈശാലിയാണെങ്കിൽ ആരുടെയും മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ കൈകൾ ചായ കൊണ്ടുവന്ന ട്രേയുടെ പിടിയിൽ മുറുകി. വൈശാലി, അതുതന്നെയല്ലേ ഇവളുടെ പേര്? അയാൾ ഒരു തരം അവജ്ഞയോടെയാണ് അത് ചോദിച്ചത്. ചെറിയച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അയാളുടെ ചോദ്യം കേട്ടതും വിഷ്ണു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ആരായാലും വൈശാലിയെ പറയുന്നത് അവനൊട്ടും ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഇവളെ ഞാനെടുത്ത് തലയിൽ വെക്കാം. ചെറിയച്ഛൻ രോഷം കൊണ്ടു. വിഷ്ണു അയാളെ അല്പം ദേഷ്യത്തോടെ നോക്കി. നിനക്കെന്നെ മനസ്സിലായോ? അയാൾ വൈശാലിയുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു. അയാളുടെ മുഖത്തേക്ക് നോക്കാനാവാത്ത രീതിയിൽ അവളുടെ തല താഴ്ന്നു നിന്നു. നീ ഇത് എന്തറിഞ്ഞിട്ടാണ് വിഷ്ണു ഇതുപോലെ ഒരുത്തിയെടുത്ത് തലയിൽ വെച്ചത്? ചെറിയച്ഛൻ ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ചെറിയച്ഛ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വിഷ്ണുവും വിട്ടുകൊടുത്തില്ല. വൈശാലി ഒന്നും മിണ്ടിയില്ല. അവൾക്കാകെ തല പിരിക്കും പോലെ തോന്നി. നീ ഇതെന്തൊക്കെയാണ് പ്രഭാകര പറയുന്നത്? അയാളുടെ സംസാരം കേട്ടതും മുത്തശ്ശിയും ചോദിച്ചു. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ, പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ. എങ്കിലും ഇവൻ ഇത്രയും നാൾ കാത്തിരുന്ന് വിവാഹം കഴിച്ചത് ഇതുപോലൊരുത്തിയായി പോയല്ലോ. ദേഷ്യം അടക്കാനാവാത്തതുപോലെ അയാൾ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ചെറിയച്ഛൻ എന്തായി പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ പറയണം, അല്ലാതെ വെറുതെ കുത്തുവാക്ക് പറഞ്ഞ്. വിഷ്ണു പറഞ്ഞു നിർത്തി. വൈശാലി, എന്താ കാര്യം? വിഷ്ണു അവളുടെ മുട്ടുകൈയിൽ പിടിച്ചു ചോദിച്ചു. ചോദിച്ചു തീർന്നതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ചായ അടങ്ങുന്ന ട്രേ താഴേക്ക് വീണിരുന്നു. കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ. താങ്ങാനെന്ന പോലെ വിഷ്ണുവിനെ പിടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും അവൾക്കായില്ല. എങ്കിലും നിലം പതിക്കും മുന്നേ വിഷ്ണു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. അവളെ കൈകളിലെടുത്ത് അവൻ സോഫയിലേക്ക് കിടത്തി. വൈശു, മോളെ, എന്തു പറ്റി? മുത്തശ്ശി ആകുലതയോടെ അവളുടെ തല പിടിച്ച് അവരുടെ മടിയിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചു. വിച്ചു, വേഗം പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. വിഷ്ണു അത് കേട്ടതും ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് അവളുടെ മുഖത്തേക്ക് തളിച്ചതും വൈശാലി പതിയെ കണ്ണു തുറന്നു. എങ്കിലും അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. വിച്ചു, മോളെ കൊണ്ടുപോയി മുറിയിൽ കിടത്ത്, കുറച്ചു സമയം വിശ്രമിക്കട്ടെ. മുത്തശ്ശി പറഞ്ഞതും വിഷ്ണു അവളെ എടുത്ത് മുറിയിലേക്ക് കിടത്തി. പുറത്തേക്ക് പോകാൻ നിന്ന വിഷ്ണുവിനെ അവൾ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. വിഷ്ണു, എനിക്ക്... അവളുടെ ശബ്ദത്തിൽ തന്നെ എന്തോ ഒരുതരം ഭയമോ വിഷമമോ ഉള്ളതൊക്കെ പോലെ തോന്നി വിഷ്ണുവിന്. ഒന്നും ചിന്തിക്കണ്ട, നിന്റെ വിഷ്ണു അല്ലേ. എനിക്ക് എന്ത് വന്നാലും നീയും മുത്തശ്ശിയും കഴിഞ്ഞേ ഉള്ളൂ ആരും. കട്ടിലിലേക്കിരുന്ന് വിഷ്ണു അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. വൈശാലിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവളുടെ മൂർധാവിലൊന്ന് ചുണ്ടമർത്തി വിഷ്ണു കുറച്ചു സമയം അവളുടെ അരികിലിരുന്നു. ശേഷം പുറത്തേക്ക് പോകാമെന്ന് കരുതിയെങ്കിലും അവിടെ തന്നെ ഇരുന്നു. വൈശാലി നന്നായി ഉറങ്ങിയിട്ടില്ല. ചെറിയൊരു മയക്കം, അത് മാത്രമായിരുന്നു അവൾക്കന്നേരം. വീണ്ടും എന്തോ പേടി പോലെ തോന്നി. ഇടയ്ക്ക് വൈശാലി ഒന്ന് കണ്ണു തുറന്നു. മുന്നിൽ വിഷ്ണുവിനെ കണ്ടതും അവൾക്ക് എന്തിനോ വിഷമം തോന്നി. എല്ലാം അവനോട് തുറന്നു പറയാൻ മനസ്സിലൊരു തോന്നൽ തോന്നി. വിഷ്ണു, എനിക്ക് കുറേ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്.
ഇന്ന് പറയണമെന്ന് കരുതിയതാണ്. പിച്ചും പേയും പറയും കണക്കാണ് അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. വൈശു, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. വിഷ്ണു അവളെ ആശ്വസിപ്പിച്ചുവെങ്കിലും അവളിൽ അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കൊണ്ടുവന്നില്ല. എന്തൊക്കെയോ ആലോചിച്ചെന്നതുപോലെ അവൾ വെറുതെ മുകളിലേക്ക് നോക്കിക്കിടന്നു. കുറച്ചു സമയം അങ്ങനെ കിടന്നു കഴിഞ്ഞ് എപ്പോഴോ അവളുടെ കണ്ണുകൾ വീണ്ടും ഒന്നടഞ്ഞുപോയി. നന്നായി ഉറക്കത്തിലേക്ക് പോയി അവൾ. അത് കണ്ടതും ശബ്ദമുണ്ടാക്കാതെ വിഷ്ണു ഡോറ് തുറന്ന് താഴേക്ക് പോയി. അവിടെ ഹാളിൽ മുത്തശ്ശിയും ചെറിയച്ഛനും ഇരിക്കുന്നുണ്ട്. വിഷ്ണു അല്പം ഗൗരവത്തോടെയാണ് അങ്ങോട്ട് നടന്നു വന്നത്. ചെറിയച്ഛൻ അത് കണ്ടതും അവനെ ഒരുതരം പുച്ഛത്തോടെ നോക്കി. നിനക്ക് പ്രണയിച്ച് വിവാഹം ചെയ്യാൻ വേറൊരാളെയും കിട്ടിയില്ലേ വിഷ്ണു? അയാൾ വീണ്ടും പുച്ഛത്തോടെ പറയുന്നത് കേട്ടതും വിഷ്ണുവിന് ദേഷ്യമാണ് തോന്നിയത്. മതിയാക്ക് ചെറിയച്ഛ, എന്താണ് ചെറിയച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും അറിയാം, മുത്തശ്ശിക്കും അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വിവാഹം ചെയ്തത്. അവൻ അങ്ങനെ പറഞ്ഞിട്ടും അയാൾക്കത് വിശ്വാസമായിട്ടില്ല. അയാൾ വീണ്ടും അവനെ പുച്ഛത്തോടെ തന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നിനക്കൊന്നും അറിയില്ല വിഷ്ണു. എല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരുത്തിയെ വിവാഹം ചെയ്യുമോ? അതും ഒരു കൊലപാതകിയെ. അയാളുടെ ശബ്ദം ഉയർന്നു. നിർത്ത്! വിഷ്ണു ദേഷ്യത്തോടെ ശബ്ദം ഉയർത്തി. ഇപ്പോൾ ഇറങ്ങണം നിങ്ങൾ ഇവിടെ നിന്ന്. വിഷ്ണു പുറത്തേക്ക് കൈ ചൂണ്ടി. അയാൾ അവനെ ദേഷ്യത്തോടെ നോക്കി. വിഷ്ണു, മുതിർന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് കണ്ടതും ചെറിയച്ഛൻ ദേഷ്യത്തോട് ചോദിച്ചു. മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ? അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്കിലും കാണിച്ചൂടെ നിങ്ങൾക്ക്? ഒരു വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ ഒരു കൊലപാതകം ചെയ്ത ആളോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ എതിർക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാതെ വെറുതെ ചെറിയച്ഛൻ ഇങ്ങനെ പറയരുത്. വിഷ്ണുവും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്. ഇനിയൊരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൾ നിന്നെയും മുത്തശ്ശിയെയും പോലും എന്തെങ്കിലും ചെയ്യാൻ മടിക്കില്ലെന്ന് ഓർത്തോ വിഷ്ണു. അതുകൂടി പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. വിഷ്ണു ആകെ ഭ്രാന്തായതുപോലെ സോഫയിലേക്കിരുന്നു. വിച്ചു. അത്ര നേരം ഒന്നും മിണ്ടാതിരുന്നിരുന്ന മുത്തശ്ശി അവനെ വിളിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവരെ നോക്കി. മറ്റൊന്നും പറയാതെ അവൻ മുത്തശ്ശിയുടെ തോളിലേക്ക് മുഖമമർത്തി തേങ്ങിക്കരഞ്ഞു. പോട്ടെ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? മുത്തശ്ശി അവൻ്റെ തലയിലൂടെ തലോടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിൽ പോലും വിഷ്ണുവിന് അതൊന്നും ഒരാശ്വാസവാക്കായി തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം മുത്തശ്ശി. എങ്കിലും ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു വിഷമം. അതൊരിക്കലും അവളെ വിവാഹം ചെയ്തു പോയതോർത്തല്ല, അവൾ വേദനിക്കില്ലേന്നോർത്താണ്. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മുത്തശ്ശി അവൻ്റെ മുഖത്തെ കണ്ണുനീർ സ്വയം തുടച്ചു കൊടുത്തു. നീ പോയി മോളെ നോക്ക്. പറ്റാവുന്നത്ര വേഗത്തിൽ കൊച്ചിനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം വിച്ചു. മുത്തശ്ശി അവനെ ഓർമ്മിപ്പിച്ചു. വിഷ്ണുവിനും അതുതന്നെയാണ് ശരിയെന്ന് തോന്നി. മുഖമൊന്ന് കഴുകി വിഷ്ണു മുകളിലേക്ക് കയറി. എന്നാൽ മുറിവാതിൽ തുറന്നു നോക്കിയതും വൈശാലി അവിടെ എവിടെയും കാണുന്നില്ല. വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്ന ചിന്തയായിരുന്നു അവൻ്റെ ചിന്ത. മുറി മുഴുവൻ നോക്കി, അവളെ കാണുന്നില്ല. താഴേക്ക് പോയിട്ടില്ല. കാരണം ഇത്രയും നേരം വിഷ്ണുവും മുത്തശ്ശിയും താഴെ ഉണ്ടായിരുന്നതാണ്. അവൻ നേരെ വേഗം ടെറസിലേക്ക് ഓടി. തുടരും. ഇന്നൊരു ചെറിയ പാർട്ടാണ്. ബിക്കോസ് സസ്പെൻസ് ഷുഡ് ബി കെപ്റ്റ് ആസ് സസ്പെൻസ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു സസ്പെൻസ് തകർന്നു പോകാതിരിക്കാൻ ഇന്നൊരു ചെറിയ പാർട്ടാണ്. നാളെ പറ്റുമെങ്കിൽ ഇത്തിരി വലിയ പാർട്ട് തരാൻ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. അതുവരെ കാത്തിരിക്കണേ. ബൈ.